ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 26-നാണ്. കാരണം അന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളായിരിക്കും ഈ വ്ളോഗിൽ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ്. വല്യമ്മയുടെ വീട് വളയഞ്ചിറങ്ങൽ തന്നെയാണ്. എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ അമ്മ വന്നിരിക്കുകയാണ്. അമ്മ ഡാൻസ് ആണ് വരുമോ? അമ്മ പറ, അമ്മേടെ അമ്മ പിന്നാണ്ട് വെക്കണേ. അമ്മ വന്നാ? ഈ പ്രോഗ്രാമിൻ്റെ തലേദിവസം എനിക്ക് വേറൊരു ഡാൻസ് പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അന്ന് മോർണിംഗ് ആണ് ഞാൻ എല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് തന്നെ തുടങ്ങാം. കാരണം കുറച്ച് റെഡ് കളർ നമ്മുടെ കയ്യിൽ ഇടുവാണെങ്കിലാണ് അൾട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്കിത് ഇട്ട് തരുന്നത് എൻ്റെ വല്യമ്മയാണ്. എൻ്റെ അമ്മ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു വ്യക്തിയാണ് എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത്. വല്യമ്മേനെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. നൈറ്റ് ഇട്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അങ്ങനെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്ത് ഞാൻ നേരെ മേക്കപ്പ് ഇടാനായിട്ട് എത്തിയിരിക്കുകയാണ്. മേക്കപ്പ് ഇടാനെത്തിയ സമയത്താണ് ഫുഡിൻ്റെ ക്യൂ കണ്ടത്. അപ്പോൾ ഓർത്തു ഫുഡ് കഴിച്ച് ഫ്രഷായിട്ട് അങ്ങോട്ട് നമുക്ക് തുടങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഒറ്റ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും ഇതെല്ലാം നമുക്ക് ചെയ്തു തരണമെന്ന്. അങ്ങനെയല്ല, നമ്മൾ ബേസ് ഇടുന്നത് ഒരാളുടെ അടുത്ത്, ഹെയർ ചെയ്യുന്നത് ഒരാളുടെ അടുത്ത്, അങ്ങനെയൊക്കെയാണ്. ഇതാണ് എൻ്റെ ബിഫോർ. നമുക്കൊരു ചെറിയൊരു ട്രാൻസിഷൻ കണ്ടിട്ട് വന്നാലോ? ഓക്കെ, ഇതാണ് കേട്ടോ ഈ ട്രാൻസിഷൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ ഈ ലുക്ക് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ലുക്ക് കാണിക്കാം. ഇതിൽ നിന്നാണ് നമ്മളുടെ തുടക്കം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഇത് ആര്യ ചേച്ചി ആൻഡ് ഇത് സുജി ചേച്ചി. ഇത് അപ്പുവിൻ്റെ ഒരു സിസ്റ്റർ കൂടിയാണ് കേട്ടോ, ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഫാമിലിയിൽ കുറച്ച് പേര് ഈ സെയിം ഡാൻസ് ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുടി കെട്ടാനാണ് അടുത്തത് പോയത്. ഫസ്റ്റ് എൻ്റെ മുടി കെട്ടി കഴിഞ്ഞു. നമ്മൾ വാർമുടി വെച്ചിട്ട് പിന്നെയാണ് ഇടുന്നത്. പതിവിലും വ്യത്യാസമായിട്ട് ഞാൻ ഈ തവണ മനുഷ്യരൂപത്തിലാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. കാരണം എല്ലാ സമയത്തും ഓരോ ഫിഗറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ശിവനായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ തവണ ഞാൻ മനുഷ്യനായിട്ടാണ് ചെയ്തത്. എല്ലാവരും ചോദിച്ചു ഈ തവണ ആരായിട്ടാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തവണ മനുഷ്യനായിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നത്. സോ എനിക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ബ്ലാക്ക് മെറ്റൽ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഓർണമെൻറ്റ്സ് ഫുള്ള് ബ്രോഡ്വേന്ന് സൂവിൻ്റെ കൂടെ പോയിട്ട് വാങ്ങിയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സാണ്. ഞാൻ കവർ ചെയ്ത് പോലും പൊട്ടിച്ചിട്ടില്ല. ഇനി ഇത് ഫുള്ള് ചരടിട്ടിട്ട് കെട്ടണം. അതുപോലും ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവർ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്തു തരും. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. സോ നമുക്ക് അവരെയും കൊണ്ട് തന്നെ ചെയ്യിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതിന് കുറച്ച് എക്സ്റ്റെൻഷൻ നമ്മൾ കൊടുക്കണം. ചരടിട്ടാലാണ് നമ്മുടെ തലയിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കരമായ ഒരു ആഗ്രഹം മൂത്തിട്ടാണ് ഞാൻ ഈ തവണ ബ്ലാക്ക് മെറ്റൽ ഓർണമെൻറ്റ്സ് വാങ്ങിച്ചത്. എനിക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ഞാൻ പുതിയ ഓർണമെൻറ്റ് സെറ്റ് കംപ്ലീറ്റ് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള വള എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയാണ്. അത് ഞാൻ എൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഞാൻ തലയിലേക്ക് വെക്കുന്നത് ഉച്ചിപ്പൂവാണ്. എല്ലാം നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു. എല്ലാവരേക്കാളും എൻ്റെ ഓർണമെൻറ്റ്സ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഇതിനകത്ത് കുറച്ചും കൂടി ഒരു സിൽവർ ഷെയ്ഡാണ് കയറി വന്നിരിക്കുന്നത്. എല്ലാവരുടെയും കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ആയിരുന്നു എൻ്റെ ബേസ് മെറ്റൽ. പക്ഷേ എൻ്റെ കുറച്ചും കൂടി സിൽവർ ആയിരുന്നത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാവരും ഇത് പറയുകയും ചെയ്തു. നമ്മുടെ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചേച്ചിമാരുണ്ട്. അവരാണ് ഹെയർ ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആൾക്കാരാണ്. നമ്മളുടെ ഓർണമെൻറ്റ്സ് പുതിയതായതുകൊണ്ട് തൊട്ട് കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് ആ ചേച്ചി പറഞ്ഞു. സോ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തലയിലേക്ക് വച്ചത്. സൂര്യനും ചന്ദ്രനുമാണ് ഇപ്പോൾ തലയിലേക്ക് അറ്റാച്ച് ചെയ്തത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ റൗണ്ട് ഷേപ്പിലിരിക്കുന്നതാണ് സൂര്യൻ ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു സെമി സർക്കിൾ ഷേപ്പിലിരിക്കുന്നതാണ് ചന്ദ്രൻ. അതിനുശേഷം നമ്മൾ വെച്ചത് ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ചരടൊന്നും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ലാന്ന്. ഈ ചരട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. ചേച്ചി കിട്ടുന്നതാണ്. നമ്മൾ ചരട് ഇതിലേക്ക് ഉച്ചിപ്പൂവിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരട് നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടായിരിക്കില്ല വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ആ ചേച്ചി നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്ത് തന്നു. പിന്നെ നമ്മൾ ഓരോരോ ഓർണമെൻറ്റ്സ് ഇവർ തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ
ഈസിലി ഊരാൻ പാകത്തിന് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കാരണം നമുക്ക് ബ്ലൗസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഊരിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്ത് നമുക്ക് ഒട്ടും പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈസിലി ഊരാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആണ് നമ്മൾ യൂഷ്വലി മേക്കപ്പിന് ഇരിക്കുന്നത്. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. സോ അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് എല്ലാം നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴാണ് ഇടുന്നത്, പ്രോഗ്രാമിൻ്റെ തൊട്ട് മുമ്പ് സ്റ്റേജിന് കയറുന്നതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെ സ്റ്റേജിലേക്ക് കയറേണ്ട ടൈമായി. പെട്ടെന്ന് തന്നെ 7 മണിയായി. രാവിലത്തെ ടൈം എന്താ പറയുക, ഷടപടേന്ന് ഒരു ഞൊടിയിടയിൽ നമുക്ക് ടൈം പോകുന്നുണ്ട്. ഇത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സീൻസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. ഇത്രയും സ്റ്റേജിന് താഴെ ഇരിക്കുന്ന കുട്ടികളെല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് മേക്കപ്പ് ഇട്ട് സുന്ദരികളായിട്ട് ഇരിക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് അത് വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ഐറ്റമായിരുന്നു. ആ ഐറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണപതിക്ക് ടച്ച് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ തവണയും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിറ്റ്സും കുറച്ച് വീഡിയോസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള സോങ് ആണിത്. ഈ ഡാൻസിൽ സ്റ്റാർട്ടിങ് ഫസ്റ്റ് നിന്ന് രണ്ടാമത് ഇരിക്കുന്നത് എൻ്റെ ചേച്ചീൻ്റെ കുട്ടിയാണ്, ബാലയാണ്. ട്വിൻസിൽ ഒരാൾ ഇതിനകത്തുണ്ട്, ഒരാൾ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇരുന്നുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോസ് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര നിർബന്ധമാണ് ഇവർ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോയിൽ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന്. ഈ തവണത്തെ എൻ്റെ പെർഫോമൻസ് കുറച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും എല്ലാ പ്രോഗ്രാംസും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. സാധാരണ അങ്ങനെ വരാറില്ല. കാരണം ഇപ്പോൾ എന്തെങ്കിലും ക്യാരക്ടറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രസ് ചേഞ്ചിങ്ങും അതുപോലെ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ തവണ എനിക്ക് ഡാൻസും കുറവായിരുന്നു. ഒരു 2 ഡാൻസ് ഈ തവണ ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് എല്ലാ പെർഫോമൻസും നല്ല രീതിയിൽ ഇരുന്ന് കാണാനായിട്ട് സാധിച്ചു. ഞാനിപ്പോൾ 7 കൊല്ലമായി ഇവരുടെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഈ 7 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രോഗ്രാം കാണാൻ സാധിച്ചത് ഈ തവണ മാത്രമാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ ഇരുന്ന് ഡാൻസ് കുറേ കണ്ടു. പിന്നെ എനിക്ക് ചെറിയൊരു ഡ്യൂട്ടി കൂടി ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് പിള്ളേർ സെറ്റിനൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് പോസ്റ്റ് ആവണ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, വിഷ്ണു എൻ്റെ അടുത്ത് തന്നിരുന്നു. പിന്നെ എന്ത് മനസ്സിലായിട്ടാണെന്നറിയില്ല, ആൾ നല്ല ക്ഷമയോടെ കൂടി ഇരുന്ന് പ്രോഗ്രാം എല്ലാം ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത് വിഷ്ണു ആയിരുന്നു. ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റത്തെ ഡാൻസ് ഞങ്ങളുടേതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ലാസ്റ്റത്തെ ഡാൻസ്. ഇതിന് ശേഷം വരുന്നത് മംഗളമായിരുന്നു. മംഗളം എന്ന് പറയുന്നത് എൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു ഡാൻസാണ്. അപ്പം മംഗളത്തിന് തൊട്ട് മുന്നേ ആയിരുന്നു നമ്മളുടെ ഈ ഒരു പെർഫോമൻസ്. ലാസ്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ച ഒരു ഡാൻസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെയധികം നന്നായിട്ട് ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു 12:45 ടൈം, കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ഈ മേക്കപ്പ് എല്ലാം അഴിച്ച് കളയേണ്ടതാണ്. അതൊരു വലിയ കടമ്പയാണ്. ഇതാണ് ഞാൻ മേക്കപ്പ് കഴുകി കളയുന്ന ഒരു ദൃശ്യങ്ങൾ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 1:30 സോ ഞാൻ നേരെ കുളിച്ചിട്ട് പോയി ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൊരു കോലമാണ് ഇത്. ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പോൾ ആ 10 വർഷത്തിൻ്റെ ആനിവേഴ്സറി പ്ലസ് ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ നടത്തിയത്. പ്രേതി 25 എന്നായിരുന്നു നമ്മൾ പ്രോഗ്രാമിന് തന്നെ പേരിട്ടത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.